പ്രിയപ്പെട്ട പിണറായി അങ്കിളിന് നീണ്ട 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഇന്നിപ്പോ നിങ്ങൾക്ക് തീർത്തേ പറ്റുമെന്നുള്ള ഉത്തരവാദിത്തങ്ങളോ ചുമതലകളോ ഒന്നുമില്ല. കേരളത്തിന്റെ സർവാധികാരി എന്ന കസേരയും ഇല്ല. കൈയിട്ട് വാരാത്ത കാലിൽ വാരാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ന് കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഈ കൈകൾ ശുദ്ധമാണെന്ന് ചങ്കുറപ്പോടെ വിളിച്ചു പറഞ്ഞ സഖാവ് പിണറായിയോട് രണ്ടു പറയാൻ എനിക്ക് കൊടിയുടെ നിറമോ വലിപ്പമോ ഒരു മാനദണ്ഡമല്ല. ഏത് പാർട്ടി ഭരിച്ചാലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അതിന്റെ പേരിൽ 10 വർഷത്തെ മൊത്തത്തിൽ താറടിച്ച് സംസാരിക്കാതെ ചിലത് തുറന്നു പറയേണ്ടതും പുതിയ തലമുറയുടെ അവകാശങ്ങളാണ്. ഒരു അഴിമതി ആരോപണങ്ങൾ പോലും ഉന്നയിക്കാനോ തെളിയിക്കാനോ പ്രതിപക്ഷത്തിന് പറ്റാത്ത 10 വർഷങ്ങൾ. ഓരോ 10 മിനിറ്റിലും ഓരോ വീടിന്റെ പണികൾ പൂർത്തിയാക്കിക്കൊണ്ടിരുന്ന 10 വർഷങ്ങൾ. അതായത് 87 പേർക്ക് ഓരോ ദിവസവും പട്ടയം നൽകിയ ഭരണം. ട്രഷറി പൂട്ടാത്ത 10 വർഷങ്ങൾ. ഓരോ നിയോജക മണ്ഡലത്തിലും 90,000 രൂപയുടെ കിംഫി പദ്ധതികൾ. എല്ലാ ദിവസവും 119 പേർക്ക് ജോലി നിയമനം. 0.55 ആയിരുന്ന അതിദരിദ്രരെ പോലും കണ്ടെത്തി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കി. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നിന്ന കേരളം ഇന്ന് കടബാധ്യതയുടെ കാര്യത്തിൽ വെറും 10ാം സ്ഥാനത്ത് മാത്രമാണ്. 2016 പൂച്ചവെറ്റ് കിടന്ന ഖജനാവിൽ 4,000 കോടി മിച്ചം വെച്ചിട്ടാണ് ഇന്ന് പിണറായി പടിയിറങ്ങുന്നത്. ഒരുപാട് പോരായ്മകളുണ്ടെങ്കിലും വികസനമാണ് ചർച്ചയെങ്കിൽ പിണറായി സർക്കാരിന് തീർച്ചയായും ഒരു സല്യൂട്ട് തരേണ്ടതുണ്ട്. ശരിയാണ്, നിങ്ങൾ പറയുന്നു പിണറായി വിജയൻ എന്ന ഞാൻ ഇന്നലെ ആകാശത്തുനിന്ന് പൊട്ടി വീണ് മുഖ്യമന്ത്രി ആയതല്ല എന്ന്. അംഗീകരിക്കുന്ന സഖാവെ, 1975 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ശക്തമായി പ്രതികരിച്ചതിന്റെ പേരിൽ ലോക്കപ്പിൽ കിടന്ന ഏകദേശം ഒരു 18 മാസം നല്ല കീറ് വാങ്ങിയത് മുതൽ 2026 രാജിവെക്കുന്നത് വരെയുള്ള നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. വെറും 32ാമത്തെ വയസ്സിൽ അസംബ്ലിയിൽ കയറി ചെന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മുന്നിൽ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് നാടിനു വേണ്ടി സംസാരിച്ച സഖാവിനോട് കേരളത്തിന് അന്നും ഇന്നും ബഹുമാനം തന്നെയാണ്. ഇത് കേരളമാണ്. ഇവിടെ പാർട്ടികൾ മത്സരിക്കണം, മാറി മാറി ഭരിക്കണം. എല്ലാ പാർട്ടിയിലും ഉണ്ട് നല്ലവരും കീടങ്ങളും. ചില ചെമ്പരത്തികളും മൃഗസന്തതികളും നുഴഞ്ഞു കയറാതിരിക്കാൻ ഈ മാറ്റം കേരളത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗം കൂടെയാണ്. കോവിഡോ പ്രളയമോ ഏതു മഹാമാരിയിലും അടിപതറാതെ ഒപ്പം നിന്ന സഖാവെ ഞങ്ങൾക്കറിയാം. വീട്ടിലിരുന്ന് അഭിപ്രായം പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ 10 വർഷം കൈവെള്ളയിൽ ഭദ്രമായി പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളത്. 2026 10 വയസ്സുള്ള ഒരു കുട്ടി പവർ കട്ട് എന്ന വാക്ക് കേട്ടിട്ട് പോലുമില്ലെങ്കിൽ അത് വിജയന്റെ വിജയം തന്നെയാണ്. ഇതിനു മുകളിൽ വെക്കാൻ തക്കവിധം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പുതിയ ഭരണപക്ഷത്തിന് സാധിക്കട്ടെ. UDF സർക്കാരിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നീണ്ട 20 വർഷം കൊടി പിടിച്ചൊരു നല്ല സഖാവിന്റെ നന്ദി പറച്ചിലായിട്ട് കൂട്ടാം. 10 വർഷം ഞങ്ങളെ പൊന്നുപോലെ നോക്കിയ സഖാവ് പിണറായി വിജയന് അഭിവാദ്യങ്ങൾ. ലാൽ സലാം സഖാവെ. നെറിയുള്ളൊരു നേതാവുണ്ട്, കനിവുള്ളൊരു കരളതുമുണ്ട്. അഴലകലൻ കരളുകൊടുത്തേ വെയിലിൻ കൊള്ളി.